അട്ടപ്പാടിയിലെ പരിസ്ഥിതി ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്തിയ ഒട്ടേറെ പരിസ്ഥിതി പ്രവർത്തകരും സംഘടനകളുമുണ്ട്. പക്ഷേ ടെലിഫിലിമിലൂടെയാണെങ്കിൽ പോലും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കം ഇതാദ്യമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആ കൊച്ചു കൂട്ടുകാരുമായി വിജി തോമസ് നടത്തുന്ന അഭിമുഖത്തിലേക്ക്. പ്രകൃതിക്ക് നേരെയുള്ള ഓരോ ചൂഷണവും വിദ്യാർത്ഥികളുടെ മനസ്സിനെ പോലും ആഴത്തിലാണ് മുറിപ്പെടുത്തുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അട്ടപ്പാടിയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മരുപ്പച്ച എന്ന ടെലിഫിലിം. അതിന്റെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അവരോട് തന്നെ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഈ ടെലിഫിലിമിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം നിർവഹിച്ച ജോമിറ്റാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മറ്റു വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് ഒരു പ്രകൃതി ചൂഷണത്തെ കുറിച്ചുള്ള വിഷയം മാത്രം ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണമുണ്ട്? അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. അവിടെ പ്രകൃതിയെ പുനർജീവിപ്പിക്കുക എന്ന പേരിൽ വന്ന ഒത്തിരി ആൾക്കാർ, വ്യക്തികള്, സംഘടനകള് ഇവരെല്ലാം പ്രകൃതിയെ നശിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മറ്റ് കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല, ഇതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നി. അങ്ങനെ ഈ പ്രകൃതി ചൂഷണത്തെ ഞങ്ങളൊരു വിഷയമാക്കി എടുക്കുകയാണ് ചെയ്തത്. അല്ലാതൊരു ടെലിഫിലിമാക്കി നിർമ്മിക്കണം